ഇത് ചോദിച്ചതെന്ന് വെച്ചാൽ ഇതിനകത്ത് സ്റ്റീറോയിഡൽ കണ്ടന്റ് ഉണ്ടോ, സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടോ എന്നാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് സ്റ്റീറോയിഡൽ കണ്ടന്റ് ഒന്നും ഇല്ല. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്രയും ഇൻഗ്രീഡിയൻസ് ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്രീം ചൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഇൻഗ്രീഡിയൻസിൽ മെയിൻ ആയിട്ട് വരുന്നത് കോജിക് ആസിഡ്, ആൽഫ ആൽബ്യൂട്ടിൻ, അതുപോലെ തന്നെ വൈറ്റമിൻ B3, വൈറ്റമിൻ A, അതുപോലെ തന്നെ അലോവേറ എക്സ്ട്രാക്ട്, വൈറ്റമിൻ E, സിട്രിക് ആസിഡ്, ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസിൽ വരുന്നത്. ഇതില് കോജിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോജിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെലാനിന്റെ പ്രൊഡക്ഷനെ കുറച്ചിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് വൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതേപോലെ തന്നെ ആൽഫ ആൽബ്യൂട്ടിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സേഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റനിങ് ഏജന്റ് ആണ്. ഇത് നമ്മുടെ സ്കിന്നിലെ മെലാനിന്റെ പ്രൊഡക്ഷനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്ന് സ്ലോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിനെ ഒന്ന് ഈവൻ ടോൺ ആക്കാൻ വേണ്ടി ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ വൈറ്റമിൻ B3 എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന റെഡ്നെസിനെ കുറയ്ക്കാനും ഹൈപ്പർ പിഗ്മെന്റേഷനെ കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതുപോലെ സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ആന്റി ഏജിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസിൽ മെയിൻ ആയിട്ട് ഇതിനകത്ത് യൂസ് ചെയ്തിരുന്ന ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ വരുന്നത്. ഈ ഇൻഗ്രീഡിയൻസിലൊന്നും സ്റ്റീറോയിഡ് കണ്ടന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും പ്രത്യേകിച്ച് വലിയ സൈഡ് എഫക്ട്സ് ഉള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും അല്ല ഇത് മെൻഷൻ ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ. പിന്നെ ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ റിമൂവ് ദ പിമ്പിൾസിനെ റിമൂവ് ചെയ്യും, ബ്ലാക്ക് സ്പോട്ട്സ് മാറ്റും, ആക്നി പ്രോബ്ലംസ് മാറ്റും, വ്രിങ്കിൾസ് മാറ്റും, ഫ്രിങ്കിൾസ് മാറ്റും, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇതൊക്കെ മാറ്റുമെന്നാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതൊരു 8 ഡേ ചാലഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട്. 8 ഡേ ചാലഞ്ചിങ് ക്രീമാണ്. പിന്നെ ഇതിന്റെ അകത്ത് പറയാനുള്ള ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിത് വൈറ്റനിങ് ക്രീംസ് എല്ലാം തന്നെ നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ നൈറ്റിലാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഡയറക്ഷനും എഴുതിയിട്ടുണ്ട്. നൈറ്റിലാണ് യൂസ് ചെയ്യേണ്ടത്. മുഖം നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഈ ക്രീം യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇതിൽ കോജിക് ആസിഡ് കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഇതൊന്ന് ട്രൈ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അത് മസ്റ്റ് ആണ്, നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഏത് വൈറ്റനിങ് ക്രീംസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല SPF ഉള്ള ഒരു സൺസ്ക്രീൻ ചൂസ് ചെയ്തിട്ട് സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യാതെ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്താൽ നമ്മൾ എന്തിനാണോ യൂസ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് മാത്രമേ എഫക്ട് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. SPF 50 ഒക്കെ ഉള്ളത് ചൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ നല്ലൊരു സൺസ്ക്രീൻ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസറും ചൂസ് ചെയ്യാം. ഇതാണ് ഇതിന്റെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെയുള്ള മിക്സിംഗ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നാലേ പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. സാധാരണ നമ്മൾ ക്രീമൊക്കെ യൂസ് ചെയ്യത്തില്ലേ,